എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മളിതിൽ ഈ ഗ്രഹങ്ങൾ മീനം രാശിയിൽ നിന്നാലുള്ള ഫലങ്ങളാണ് നമ്മൾ പറയുന്നത്. മീനം രാശിയുടെ മുഖപ്രഭാവം പാദങ്ങളും പാദതലങ്ങളിലുമാണ് അനുഭവപ്പെടുന്നത്. ശരീരത്തിലെ രസഭാഗത്തെ പ്രഭാവിതമാക്കുന്ന ഈ രാശിയുടെ ഗുണധർമ്മം ശീതമാണ്. മീനം ലഗ്നമോ ലഗ്ന നവാംശകമോ സൗരലഗ്നമോ ആയിട്ട് ജാതകൻ്റെ ആയി വരുന്ന ആ സമയത്ത് ജാതകൻ്റെ ശരീരപ്രകൃതി അശക്തമായിരിക്കും. ജീവനശക്തി കുറവായതിനാൽ രോഗനിവാരണത്തിന് താമസം നേരിടും. പാദങ്ങൾ വിയർക്കുക, ആമവാദം, ജലവാദം, സാംക്രമിക രോഗങ്ങൾ, ശൈത്യകാലത്ത് പാദരോഗം, ഉദരവികാരം മുതലായവകളുടെ ഉണ്ടാകാനും മാനസിക അസ്വസ്ഥതയ്ക്കും സാധ്യതയുണ്ട്. ഈ ലഗ്നജാതകർ ഉത്സാഹഹീനരും സാധു പ്രകൃതവുമുള്ളവരുമായിരിക്കും. അതുപോലെ മീനൻ ലഗ്നത്തിൽ ഇതര ഗ്രഹങ്ങൾ നിന്നാലുണ്ടാകുന്ന ഫലങ്ങൾ: കുജൻ മീനലഗ്നത്തിലാണെങ്കിൽ മാദക പദാർത്ഥ സേവയിൽ തൽപരരായിരിക്കും. ബുധൻ നിന്നാൽ പാദരോഗങ്ങൾക്ക് സാധ്യത പറയുന്നുണ്ട്. ഗുരു നിന്നാൽ സ്വസ്ഥതയും, ശുക്രൻ നിന്നാൽ ഭക്ഷണപാനീയ കാര്യങ്ങളിൽ ശ്രദ്ധയും വേണം. എന്നാൽ ശനി നിന്നാൽ ഈ ഗ്രഹസ്ഥിതി അശുഭപ്രദമായിരിക്കുന്നു. ശീതസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് സാധ്യത കൂടുതലാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ 12 രാശികളിൽ ഓരോ ഗ്രഹങ്ങൾ നിന്നാൽ നമുക്ക് ശരീരത്തിന് വന്നു ഭവിക്കുന്ന ഭവിഷ്യത്തുകളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ്. ഇതിനൊക്കെ സാധ്യതയാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇത് മനസ്സിലാക്കിയിരുന്നാൽ, ഇതനുസരിച്ചിട്ട് നമ്മൾ ജീവിച്ചാൽ നമുക്ക് അസുഖങ്ങളിൽ നിന്നും ഒരു പരിധി വരെ നമുക്ക് രക്ഷ നേടാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നത്. അടുത്തത് 12 ലഗ്നങ്ങളുടെ കാരകമായ ഗ്രഹങ്ങൾ, മാരക ഗ്രഹങ്ങൾ, അതിനെക്കുറിച്ചായിരിക്കും നമ്മൾ ഇനി അടുത്ത എപ്പിസോഡുകളിൽ പറയുക. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.